ഹായ്. എവിടെയോ കണ്ട് നല്ല പരിചയം. അല്ല, നിങ്ങൾ രണ്ടുപേരെയും എവിടെയോ കണ്ട് പരിചയമുണ്ട്. മീൻസ് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് വന്നു തോന്നുന്നു കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോയ സമയത്ത് ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതാ ഞാൻ തിരിച്ചു വന്നത്. കാരണം ഞാൻ എന്നിട്ട് കറങ്ങിയാ വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി. നിങ്ങളെ കാണാൻ പറ്റില്ല, നിങ്ങൾ കറങ്ങി വന്നപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് കണ്ടോ. അതുകൊണ്ട് ജസ്റ്റ് അതാ ലൈനിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ വെറുതെ ഇരിക്കുന്നതാണോ? ഞങ്ങൾ പഠിക്കുകയാണ്, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. പേരെന്താ? അക്ഷയ. അക്ഷയ. മാളവിക. എവിടെയാണ് പഠിക്കുന്നത്? അമ്പലത്തറ നാഷണൽ കോളേജ്. ഓക്കെ. സോഷ്യൽ. ഓക്കെ. എന്താ ചൂസ് ചെയ്യാൻ കാര്യം? എന്താ അത് ഡിഗ്രി അതാണ് എടുത്തത്. അപ്പം PG. ഓ അങ്ങനെ. ഞാൻ കരുതി സോഷ്യൽ വർക്ക് എല്ലാം താല്പര്യം ഉണ്ടായിട്ടായിരിക്കും. ഞാനിങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യും. ഇങ്ങനെ മദ്യപിച്ചിറങ്ങുന്ന അപ്പൂമ്മരെ വീട്ടിലൊക്കെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് പ്രൊഫഷണൽ അല്ല, അതും സോഷ്യൽ വർക്ക് അല്ലേ? അല്ലേ? മീൻസ് അപകടം. സർവീസ്. സോഷ്യൽ സർവീസ്, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞാനൊക്കെ കഞ്ചാവ് കളിക്കുന്ന പയ്യന്മാരൊക്കെ ഇല്ലേ നാട്ടിലൊക്കെ, അപ്പോൾ അവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ചാവ് എത്തിച്ചു മീൻസ് കഞ്ചാവ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നത് വെച്ചാൽ മീൻസ് ഉപയോഗിക്കരുത് എന്നതിലൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ നാട്ടിൽ എനിക്ക് നല്ലൊരു ഇമേജ് ഉണ്ട്, ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വീട് അങ്ങ് കാട്ടാക്കടയാണ്. കാട്ടാക്കട ആരനാട് ആ ഭാഗത്താണ്. അങ്ങനെ ഒരുപാട് പേരൊക്കെ എനിക്ക് അവാർഡ് കിട്ടുന്നുണ്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ, ഇങ്ങനെ നല്ല വർക്കൊക്കെ ചെയ്യുന്നതിന് വേണ്ടി. എന്ത് സീരിയസ്ലി നല്ല സോഷ്യൽ. നിങ്ങൾ MSW പഠിക്കുന്നതല്ലേ, അപ്പോൾ എന്നെ പറ്റി ഒരു ആർട്ടിക്കിളോ എന്തെങ്കിലും എഴുതി നന്നായിരിക്കും. നിങ്ങൾ പ്രോജക്റ്റിന് അല്ല, അതാണ് ഞാൻ പറഞ്ഞതന്നെ. നിങ്ങൾ എനിക്കറിയില്ല, നിങ്ങൾ MSW പഠിക്കുന്ന വിദ്യാർത്ഥിയെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ എൻ്റെ ഒരു സ്കില്ല് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരുപാട് പേര് ചോദിച്ചാൽ ഇങ്ങനെ എന്നെ പറ്റി ചെയ്യാം, അപ്പം ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് ആർട്ടിക്കിളൊക്കെ എഴുതാം, വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പർ, Instagram ID ഒക്കെ തരാം, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, നിങ്ങൾക്കൊരു പ്രോജക്റ്റ് നല്ല ഒരു ഗ്രോത്ത് ആയിരിക്കും. നിങ്ങൾക്ക് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനില്ലേ? ഇങ്ങനത്തെ പ്രോജക്റ്റ് ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അല്ല, സോഷ്യൽ വ്യക്തിയെ പറ്റി പഠിക്കണ്ട, അങ്ങനൊന്നുമില്ല. നിങ്ങൾ നല്ല വ്യക്തികളെ പറ്റി ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഫേമസ് ആവുകയും നല്ല സോഷ്യൽ വർക്ക് എന്ന ഇതിലൊക്കെ അഭിമാനം കൊള്ളുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം, അയ്യോ ആ ചേട്ടൻ നമ്മളെ മുമ്പ് ചെയ്തതാണ്. അല്ല അങ്ങനെ. ഓക്കെ, ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാം, സെൽഫി ഒക്കെ എടുക്കാം, അത് വിഷയമല്ല. എന്നിരുന്നാലും ആ ഒരു സംഭവം സാധ്യതയില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ സോഷ്യൽ. എൻ്റെ പേര് ചാർലി എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. ഫേമസ് ആണ് ഞാൻ. ഒരു ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല അറിയപ്പെടുന്നത്. അതാ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പടുവിഷയമാണ്. അല്ല, പടുവൃക്ഷം എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ വലിയ മറ്റേ ആൽമരയില്ല, അതുപോലത്തെ ഒരു സംഭവമാണ്. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു അവസരം നിങ്ങൾ യൂസ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. മാളവികാൻ്റെ ജോലി എല്ലാ ദിവസവും ഇല്ലല്ലോ, അതുകൊണ്ട് എല്ലാ ദിവസവും ഇതുവരെ നടക്കും. ഇന്ന് നിങ്ങളെ പരിചയപ്പെട്ടു, അടുത്ത ദിവസം വേറെ പരിചയപ്പെടുമായിരിക്കും. നമുക്കൊരു നമ്മളിപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ ഇൻവോൾവ് ആവണല്ലേ. അല്ല, നമ്മൾ വീട്ടിൽ നിന്നിട്ട് അതാണ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്, സോഷ്യൽ വർക്കറാണ്. അത് ഇങ്ങനെയുള്ള ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കമ്പനിയാണ്, നിങ്ങളെ ഞാൻ കുറച്ച് നേരം സന്തോഷിപ്പിക്കുക, നിങ്ങളൊരു കാര്യം പറയുക, കുറച്ച് എൻഗേജഡ് ആക്കുക ഇല്ലേ. അതൊക്കെ നമ്മൾക്കൊരു ചെറിയ ലൈഫല്ലേ. അപ്പോൾ നമ്മളതൊക്കെ ചെയ്യുക, അതൊക്കെയല്ലേ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഇല്ലേ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ എന്നെ കോഴിന്ന് മുദ്ര വെത്തുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അതാണ് പറഞ്ഞതിന് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ നിങ്ങളിപ്പോൾ എൻഗേജഡ് ആയില്ലേ. ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ഇന്ന് പരസ്പരം സംസാരിച്ചിട്ടുണ്ടെന്ന് കുറച്ച് എൻഗേജഡ് ആയില്ലേ. തലകെട്ടാത്ത കാര്യം പാത്രന്ന് പറ. ഇത് മറ്റേ പാവക്കുട്ടി മറ്റേ വണ്ടിയിലേക്ക് വയ്ക്കുന്ന അതുപോലെയാണ് സംസാരിച്ചോണ്ട് ഇങ്ങനെ ചെറിയ പാവുന്ന കാര്യം പറയില്ലേ. നിങ്ങൾ MSW വിദ്യാർത്ഥിയല്ലേ, അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എന്നെ കൊണ്ടെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ അത്രയും സന്തോഷം വിചാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതാണ്. അപ്പോൾ എൻ്റെ ഈ മനസ്സിനെ കാണാൻ ആരുമില്ല. ആ ഒരു വിഷമമാണ് എനിക്കിപ്പോൾ നിലവിലുള്ളത്. എനിക്ക് ആ വിഷമം ഉണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ വന്ന് സംസാരിച്ചത്. എന്തും ഇല്ല അതൊക്കെ മോശമല്ലേ. എനിക്ക് അതിനോട് താല്പര്യമില്ല. സീരിയസ്ലി എനിക്ക് അതിനോട് താല്പര്യമില്ല. അതൊക്കെ തെറ്റെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതൊക്കെ പാപമല്ലേ. അതൊക്കെ പാപമാണ്. ആണോ? പേരെന്താ? അക്ഷയ. ഓക്കെ, അക്ഷയ. അക്ഷയ, ഞാൻ താൻ എന്നെ കെട്ടണമെന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്ന് പറയാം. തൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഞാൻ അത് എൻ്റെ ക്യാരക്ടർ എൻ്റെ കൂട്ടുകാരന്മാരോ എൻ്റെ നല്ല കൂട്ടുകാരന്മാരാണ്. പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് കൂട്ടുകാരന്മാരാണ്. അല്ല, അതാണ് ഞാൻ മറ്റേ ഒരു സിനിമയിൽ ചാക്കോച്ചൻ ചെയ്തിട്ടില്ലേ,
ലവ് 100% ലവ് ഏതൊരു സിനിമയിൽ ചെയ്തിട്ടുണ്ടല്ലോ, ഡോക്ടർ ലവ്. യാ, അതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ചേട്ടാ ആ സിനിമ പൊളിഞ്ഞു ചേട്ടാ. അപ്പൊ ചേട്ടന്റെ ഈ സാധനം പൊളി. താല്പര്യം അല്ല, താങ്കളുടെ കൺസെപ്റ്റ് പറയും, എങ്കിൽ നമുക്കത് സെറ്റാക്കി തരാം. സ്മോക്കിംഗ് സെയിം വിച്ച് ഞാനും ഉപയോഗിക്കില്ല സ്മോക്കിംഗ്. ഞാനത് സത്യം നമ്മൾ രണ്ട് ഒരേ വേവിൽ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനും അക്ഷയിലെ പേരാ അല്ല, എൻ്റെ അക്ഷയൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ച് ഇല്ല, അങ്ങനെ തിരിച്ചല്ല. നമ്മൾ ആ വേവിൽ എന്താ എത്തി, ഒന്നും ഓക്കെയാണ്. ഒരു 3 പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ വിഷയമില്ല, ഒന്നും ഓക്കെയാണ്. നെക്സ്റ്റ് ഗവൺമെന്റ് ജോലി വേണ്ട. തേർഡ് വൺ പിന്നെ പിടിക്കാനൊന്നും പാടില്ല. ബെസ്റ്റ് വേണ്ട, ബെസ്റ്റ് ഇല്ലാത്ത ഒരു റിലേഷൻ മതി. നമ്മൾ വേറെ ലെവല. ഇല്ല, എനിക്ക് ആരും ഇല്ലാത്ത വിഷമത്തിലാണ്. ചേട്ടാ പാവം ചേട്ടാ. അതാണ് തനിക്ക് ഒരു സിനിമ നല്ല ലുക്ക് ഉണ്ടല്ലേ. ഇല്ല, ഞാൻ കയറ്റി പറഞ്ഞു, ഏതൊരു സിനിമ ലുക്ക് തോന്നുന്നുണ്ട് നിന്റെ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നില്ല. ഏത് നടിയാ സീരിയസ്ലി? ഏതോ നമ്മൾ കണ്ട് പരിചയമുള്ള ഒരു ഫേസ് കട്ട് ഉണ്ട്. സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ആ, ഏതോ ഒരു ഫേസ് കട്ട് ഉണ്ട് തനിക്ക്. ഗുണ്ടായിട്ടല്ല, നമ്മളെ ഈ ധനുഷിന്റെ ഒരു പാട്ടുണ്ട്, സിനിമയുണ്ടല്ലോ, എന്താണ്, ഒരു കാതൽ മൂവി ഉണ്ടല്ലോ, ഇവൻ കൊണ്ട് കേസൊക്കെ കൊടുക്കും. അതെ, അതിലെ നായിക റോള് ചെയ്യുന്നത്. യാ ഷുവർ, അവളുടെ ഫേസ് കട്ടുണ്ട് തനിക്ക്. എക്സ്പ്രഷൻ ഒക്കെ സീരിയസ്ലി ഇല്ലേ? ആ ഫേസ് കട്ടില്ലേ? കണ്ട, ഞാൻ കാരണം ഇതാണ് ഞാൻ സോഷ്യൽ വർക്കർ. ഇപ്പൊ സോഷ്യൽ സർവീസ്. ഇവിടെ ഒരാളിനെ നമ്മൾ എൻകറേജ് ചെയ്യുക ഇല്ല, അപ്പൊ നിനക്കൊരു ഹാപ്പിനെസ് നൽകിയില്ലേ? അല്ല, ഇത് അതാണ്. അപ്പൊ നമ്മളെ കൊണ്ട് വളരെ ചെറിയൊരു നിമിഷമല്ലേ ഉള്ളൂ, നമ്മളവരെ എൻഗേജ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാം. നിങ്ങളിപ്പോൾ ഇതിനെ തെറ്റിദ്ധരിച്ചാലും ഇവൻ എന്താണ് കോഴി അടിച്ച് കിടക്കെന്ന് പറഞ്ഞാലും നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന പെൺകുട്ടിയാലും ആൺകുട്ടിയാലും പോയി അവരോട് സംസാരിക്കുക, അവർ കുറച്ച് നല്ല നിമിഷങ്ങൾ കൊടുക്കുക. ആൻറ്റിമാരൊക്കെ വിഷമിച്ചിരിക്കുകയായിരിക്കും, അപ്പോൾ അവരോട് പോകത്തില്ല. ഇല്ല, ആൻറ്റിമാർക്ക് വേറെ സാമ്പത്തിക പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് നിങ്ങൾക്കെന്ന് വെച്ചാൽ എന്താണ്, ഒന്നെന്ന് വെച്ചാൽ ലവ് ഫെയിലിയർ, അല്ലായെങ്കിൽ നിങ്ങളെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാതാപിതാക്കളുണ്ടല്ലോ പരിഹരിക്കുന്നതിന് വേണ്ടി. ഇല്ലേ? ഇല്ല, അല്ല, മീൻസ് ഒരു 70% ഒക്കെ, നിങ്ങൾ 30% നോക്കിയാൽ മതിയല്ലോ. പക്ഷെ ബാക്കിയുള്ളവർ നീ പറഞ്ഞ ആന്റിമാരൊക്കെ കുറച്ചും കൂടി നീ ഉദ്ദേശിച്ച ബെസ്റ്റ് ചോദിക്കും. അച്ഛൻ വന്ന് ബംഗാളി, അമ്മ വന്ന് മലയാളി, ഞാൻ വന്ന് എറപ്പാളി, നീ കയറ്. എനിക്കിപ്പോ 27. തനിക്ക്? എനിക്ക് 22. കറക്റ്റ് 5 years. ചേട്ടാ നോക്കി കോൺസെപ്റ്റ് ഒന്നും ഇല്ലേ? എനിക്ക് കോൺസെപ്റ്റ്, എനിക്ക് എന്ന് വെച്ചാൽ എൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നന്നായി സംസാരിക്കുന്ന പെൺകുട്ടിയായിരിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ സംസാരിച്ച് ഇപ്പൊ ഇവളുടെ സംസാരിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ കണ്ടപ്പോഴും ചെറിയൊരു അട്രാക്ഷൻ തോന്നിയെന്നല്ലാണ്ട് നിങ്ങൾ രണ്ടൊരു അട്രാക്ഷൻ ഉണ്ട്, അത് സ്വാഭാവികമായിട്ട് തോന്നുമല്ലോ. അല്ല, അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അട്രാക്ഷൻ വേറെ ഇഷ്ടം വേറെ, രണ്ട് വ്യത്യാസമല്ലേ? ഇല്ല, ഉണ്ടല്ലോ. അല്ല, ഇല്ല, രണ്ടൊരു അട്രാക്ഷൻ. നമ്മൾ സംസാരിച്ച് മാത്രമേ ഇഷ്ടത്തിലേക്ക് വരുള്ളൂ, ഇല്ലേ? പക്ഷെ നിന്റെ എൻ്റെ വേദന സെയിം ആണ്. പക്ഷെ ഇവള് ഊമയെ പോലെ ഇരിക്കുകയാണ്. അപ്പൊ ആ ക്യാരക്ടറിലെ ഊമയില്ല, ആ ഊമയാണ് ആ ക്യാരക്ടറിലെ ഊമയാണ് നീ. കണ്ട, കൂടെ എന്നോട് പറയണ്ട. സത്യം പറഞ്ഞ അവളെ പേരാണത്, പറയാത്തതാണ്, എന്റെ തലയിൽ ഇട്ടതാ. കോളേജിലൊക്കെ പോയി സാറിന് ചോദിച്ചാൽ മതി, അവൾ അങ്ങനെ ചോദിക്കാം. ഫേസ് നോക്കുമ്പോ എങ്ങനെ ഫേസ് അല്ലേ കാണുന്നത്? നിന്റെ ഫേസ് വട്ടമുഖം അല്ലേ കാണുന്നത്? കറക്റ്റ് വട്ടം. നമ്മൾ വൃത്തം വരയ്ക്കുന്ന ക്ലാസ് മേസിലൊക്കെ വട്ടം വരയ്ക്കുന്ന പോലെ. കൊയർ എന്താണ്? അപ്പോൾ മിസ് അക്ഷയ ആൻഡ് മാളവിക, നിങ്ങൾക്ക് കുറച്ച് നേരം കുറച്ച് ഹാപ്പിനെസ് കിട്ടിയില്ലേ? എന്നെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് പറയാവോ? വളരെ നല്ല പറ, ചോദിക്കട്ടെ, ഒരു കാര്യമുണ്ട്. അവസാനം ഒരു ടെസ്റ്റ് ഉണ്ട്. സീരിയസ്ലി എന്താണ് ഉദ്ദേശം? നിന്റെ കൺസെപ്റ്റിലെ ഒരു നല്ല ഓപ്പൺ ആണ്, ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നത്, അത്രേ. വേറൊന്നുമില്ല. പറ, ആലോചിച്ച് നോക്കിട്ട് പറ. ഇത്രയൊക്കെ തോന്നുള്ളൂ.
മാളവികയ്ക്ക് എനിക്ക് ഇത്രയൊക്കെ തോന്നിയുള്ളൂ കേട്ടോ. ഇത്രയും നമ്മളിതാ ഒരു പരിചയമില്ലാതെ നമ്മളൊന്നും ഇങ്ങനെ സംസാരിച്ചു. അതാണ് ഹാപ്പിനെസ് അല്ലേ? അതന്നെ ഇപ്പൊ കുറെ പേര് ഷോ ഒക്കെ കാണിച്ചു നടക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാം. മാളവിക ആൻഡ് അക്ഷയ അക്ഷയ വർക്ക് കൊടുത്തിട്ടില്ല. എന്താണ് തുടച്ചെന്തിനാ? വേർപ്പ് കൊടുച്ചു. കുഴപ്പമില്ലെന്ന്, അതൊന്നും വിഷയമില്ലെന്ന്, നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അതുകൊണ്ടാ നമ്മളിപ്പോൾ നിലവിൽ മീൻസ് ദേഷ്യപ്പെടല്ലേ കേട്ടോ നിങ്ങൾ രണ്ടുപേരും, സീരിയസ്ലി. കാരണം വെച്ചാൽ നമ്മൾ നിലവിൽ എന്ന് വെച്ചാൽ പ്രാങ്ക് അല്ല, നമ്മളിപ്പോൾ റാൻഡം ഗേൾസിനെ ഈ സീരിയസ്ലി പ്രാങ്ക് അല്ല, റാൻഡം ഗേൾസിനെ ഒറ്റയ്ക്കുന്ന ഗേൾസിനോട് പോയി ഒരു ബോയ് വന്ന് സംസാരിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആ ഒരു സോഷ്യൽ. ചേട്ടാ എന്റെ അമ്മ വെച്ചൊരു കാണും, ഞാൻ തടിക്കട്ടെ എല്ലാവർക്കും ചെന്ന് കൈയെടുക്കണം. ഇല്ലല്ല, ക്യാമറ അവിടെ ഉണ്ട്, എവിടെ മറവുണ്ടോ? ആ കുട കണ്ടോ? കുടയുടെ താഴെ ഒരു സാധനം ഇരിക്കണോ? അതിനാണ് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് വേറെ കുഴപ്പമൊന്നുമില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ചേട്ടൻ നമ്മൾ സംസാരിച്ചല്ലോ, അപ്പൊ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം അതുകൂടെ പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് ക്യാമറയ്ക്ക് പറയാമല്ലോ, അപ്ലോഡ് ചെയ്യാമല്ലോ. അപ്പോൾ മാളവി എന്ന് പറഞ്ഞ അക്ഷയ. ഓക്കെ, അക്ഷയ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് വാ തുറന്ന വൃത്തി മാത്രം കാമൻ ക്വയറ്റായിട്ട് സംസാരിക്കുന്ന പെൺകുട്ടിയാണ്. വളരെ വന്ന സമയത്ത് തന്നെ വളരെ ബോൾഡായിട്ട് ഒരു പേടി നല്ല സംസാരിച്ച പെൺകുട്ടിയാണ്. പക്ഷേ മാളവിക്ക് കുറച്ച് പേടിയുള്ള പോലെ തോന്നി. വന്ന സമയത്ത് അയ്യോ ഒരു സ്ട്രേഞ്ചർ വന്ന് സംസാരിക്കണോ വേണ്ട എന്നൊരു ഡബിൾ മൈൻഡ് ആയിപ്പോയി എന്നുപോലെ എനിക്ക് തോന്നിയ കേസാണ്. എനിക്കറിയില്ല എങ്ങനെയാണെന്നും. ഡബിൾ മൈൻഡ് ഒരു ഇതായിപ്പോയി. പക്ഷേ പിന്നീട് ഓക്കെ ആയി, എന്തൊക്കെയോ പറയുന്നത്, കഞ്ചാവ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ കുഴപ്പമൊന്നുമില്ല, ആ ഒരു വലിയ പ്രശ്നമെല്ലാം തോന്നിയല്ലേ? മീൻസ് ഞാൻ അത്രത്തേക്ക് ചളിയടിച്ച് ബോറമാക്കിയില്ലല്ലോ. കുഴപ്പമില്ല, ഉള്ളതാണോ പറയുന്നത്? ഓക്കെ, അപ്പോൾ ക്യാമറമാനെ വിളിക്കാമല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.